നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ MET ഒരു ഫസ്റ്റ് 21 days സാധാരണ നമ്മുടെ പാക്ക് രീതിയിൽ പോകാറുള്ള എല്ലാ സ്ഥലത്തും. ഓക്കെ, പറയുന്നത് ഫസ്റ്റ് ഒരു 7 days ഡീടോക്സിഫിക്കേഷൻ, അതായത് ശരീരത്തിൽ നിന്നുള്ള ഇതിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ട്. അതായത് വിത്ഡ്രോവൽ എഫക്ട്സ് ഇല്ല. അതായത് ആൾക്കാർ പറയുന്നത് അപസ്മാരം വന്ന് TV കാണിക്കുമല്ലോ, അപസ്മാരം വരുന്നു, കൈവിറയ്ക്കുന്നു, സിനിമകളിൽ എല്ലാ സിനിമകളും കാണിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് എത്തിക്കലാണ് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ പറയുന്ന DRX സെന്ററിൽ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ. പിന്നെ ഈ പറയുന്ന MET മോട്ടിവേഷൻ തെറാപ്പി ഉണ്ട്. പിന്നെ ശരത്തൊരു വാക്ക് ഉപയോഗിച്ച് റിലാപ്സ് ആൻഡ് ലാപ്സ് ഉപയോഗിച്ചു. റിലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ ട്രീറ്റ്മെന്റിന് വന്നത് ആ സ്റ്റേജിലേക്ക് തിരിച്ചെത്തി കേട്ടോ, അത് ആ സ്റ്റേജിലേക്ക് വീണ്ടും പോയി മദ്യക്ക് ഉപയോഗിച്ചു. അതാണ് റിലാപ്സ്. ലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞല്ലോ അയലക്കത്തെ വീട്ടിലൊരു പെരുന്നാളിനോ എന്തെങ്കിലും മദ്യപിച്ചു മറ്റു തവണ ഇഷ്യൂ ഉണ്ടായി. ഓക്കെ, ഇപ്പോൾ ഈ ആൾക്കാർ നമ്മുടെ എന്ത് ചെയ്യും, എന്നാൽ ലാപ്സ് എന്നാൽ പിന്നെ ഉപയോഗിച്ചോട്ടെ, ആൾക്കാർ കേൾക്കോ 10 തവണത്തേക്കല്ലേ, അടുത്ത വീട്ടിൽ പെരുന്നാളല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം ഇത് ഉപയോഗിക്കും. അതാണ് അവിടുത്തെ ഇഷ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആ പാടത്തുള്ള ആ സർക്യൂട്ട് അവിടെ കിടപ്പുണ്ട്, വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ ഇവർ നമ്മുടെ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ബിഞ്ചിങ് ആവും. ബിഞ്ചിങ് എന്ന് വെച്ചാൽ ഒരുപാട് ഒരുമിച്ച് ഉപയോഗിക്കും, എല്ലാം കഴിഞ്ഞ് റിലാപ്സിൽ എത്തിയിട്ട് ആകെ മോശമായിട്ട് അവിടത്തേക്ക് എത്തുക. പിന്നെ നമ്മളിത് പോകുമ്പോൾ നമ്മൾ മരുന്നുകൾ കൊടുത്തു വിടും. അതായത് ആന്റി ക്രേവിംഗ് മെഡിക്കേഷൻ സിസ്റ്റമായി ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പത്രം വായിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും, രോഗി അറിയാതെ മദ്യപാനം നിർത്താം. അത് നമ്മുടെ നാട്ടിൽ ഹാർട്ട് അറ്റാക്കിന് അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് അത് ലോക്കൽ ചാനൽസിൽ അടിയിൽ സ്ക്രോളിംഗ് ആയിട്ട് ഇഷ്ടംമാതിരി ക്ലാസിഫൈഡ് പേജിലും നോക്കി കഴിഞ്ഞാൽ കിട്ടും, ഇഷ്ടംമാതിരി പോകുന്നതാണ്. ഓക്കെ, അത് മെയിൻ റീസൺ നമ്മുടെ മരുന്ന് തന്നെ അമ്മമാരെ പിടിച്ച് ആക്കി കൊടുക്കുന്ന സംഭവം തന്നെയാണത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ ഛർദ്ദിലുണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അതില്ലാത്ത മരുന്നുകളുണ്ട്, വളരെ സേഫ് ആയിട്ടുള്ള, വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഡെയിലി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ഞങ്ങളത് നടത്തുമ്പോൾ അതായത് ഇപ്പോൾ ഒരാൾ ഒരു ദിവസത്തേക്ക് ഇപ്പോൾ 190 രൂപ കണക്ക് പറഞ്ഞല്ലോ, 190 രൂപയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് ആകുമ്പോൾ 200 × 30 6000 രൂപ. ടച്ചിങ്സ് ഒക്കെ വേറെ അത് വിടും. ഓക്കെ, അത് കൂടാതെ ഇതിനകത്ത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ മരുന്നുകൾ നോക്കുമ്പോൾ അത്രയും വരുന്നില്ല, ഏകദേശം അത്ര തന്നെ വരുന്നത്. കോസ്റ്റ്ലി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെന്റിൽ ഫ്രീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിലും കോസ്റ്റ്ലി മെഡിക്കേഷൻസ് ആണ്. പക്ഷേ ഇത് റെഡ്യൂസസ് ദ എമൗണ്ട്. നിർത്താൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പം ഞങ്ങൾ ഇത്ര ഉപദേശിച്ചതുകൊണ്ടോ വീട്ടുകാർ താല്പര്യപ്പെട്ടത് കൊണ്ടോ അതൊരു കാര്യമില്ല. ഹി ഷുഡ് ബി മോട്ടിവേറ്റ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഐറോണിക്കലായിട്ടുള്ള ഒരു കാര്യം, ഈ മരുന്ന് നമ്മൾ കൊടുക്കാം എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം വന്ന് ചോദിക്കുന്നത്, സാറേ ഇതിന് സൈഡ് എഫക്ട് ഇല്ല, ഇതിനൊക്കെ ഫുള്ള് ഭയങ്കര സൈഡ് എഫക്റ്റ് ആണല്ലോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്ര രൂപ വരുന്നില്ല. ഇപ്പൊ ഒരു ടാബ്ലറ്റിന് ചിലപ്പം ഒരു 40 രൂപയോ ഒക്കെ വില വരുമായിരിക്കും, പ്രൈവറ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സിൽ 40 രൂപ വില വരുമായിരിക്കും. ഇതിന് സൈഡ് എഫക്ട് ഉണ്ടോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കിഡ്നി പോകും, പക്ഷെ ഓൾറെഡി ശരീരത്തിൽ ഡാമേജ് ആണ് എന്നുള്ള ഒരു കാര്യമോ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടോ ഇയാള് ബോധേടെ അല്ല. അപ്പം ഏറ്റവും ഐറോണിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ അവിടെയാണ് വരുന്നത്.